3-ാം ദിവസം നീ എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും. സന്ദേഹിച്ചു ശിഷ്യനായവനാണ് തോമ. ഈശോയോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിച്ച് നിറഞ്ഞ മനസ്സോടെയാണ് അയാൾ ഈശോയെ കാണുവാൻ ചെന്നത്. കൂടെ യൂദാസുമുണ്ടായിരുന്നു. പക്ഷേ ആദ്യ കൂടിക്കാഴ്ച അയാളിൽ പരിഭ്രമം ജനിപ്പിച്ചു. അവിടുത്തെ വചനങ്ങൾ അയാളിൽ സ്വന്തം ബലഹീനതകളെക്കുറിച്ചുള്ള ചിന്തകൾ ഉളവാക്കി. ശിഷ്യനാകുവാൻ താൻ അയോഗ്യനാണ് എന്നയാൾ ചിന്തിച്ചുപോയി. നീ എത്രയോ പരിശുദ്ധൻ, നിന്റെ സമീപം നിൽക്കുവാൻ പോലും ഞാൻ അയോഗ്യൻ എന്നു പറഞ്ഞ് തോമസ് യാത്ര പറഞ്ഞു പിരിഞ്ഞു. എന്നാൽ അതിനു മുമ്പ് ഞാൻ വീണ്ടും വരുമ്പോൾ നീ വന്ന് എന്നെ കാണണമെന്നും ദീദിമൂസ് എന്ന നിന്റെ നാമം ഞാൻ ഓർത്തിരിക്കുമെന്നും ഈശോ അവനോട് പറഞ്ഞു. അയാൾ തിരികെ വരും എന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അധികം താമസിയാതെ തന്നെ വരികയും ചെയ്തു. ഇത്തവണ തനിച്ചാണ് വന്നത്. വന്നതേ അയാൾ ഈശോയുടെ കാൽക്കൽ വീണു. എന്നിട്ടവൻ ഇപ്രകാരം പറഞ്ഞു: നീ വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ദയവായി എന്നെ നിന്റെ ശിഷ്യനായി സ്വീകരിച്ചാലും. ഞാൻ തെറ്റുകൾ നിറഞ്ഞവനാണ്, എങ്കിലും ഞാൻ ഉറപ്പു നൽകുന്നു, എൻ്റെ ഹൃദയം നിറയെ സ്നേഹമുണ്ട്. അതുതന്നെയായിരുന്നു ഈശോയ്ക്ക് ആവശ്യം. തോമായുടെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു: ദീദിമൂസ്, ഇന്നു മുതൽ നീ ഞങ്ങളോടൊപ്പം താമസിച്ചുകൊള്ളുക. ഇന്നു മുതൽ നീ എൻ്റെ ശിഷ്യനാണ്. അന്നു മുതൽ തോമ ഈശോയുടെ ശിഷ്യനായി. വിചിന്തനം: ഈശോയുടെ ശിഷ്യനാകുക ഒത്തിരിയേറെ ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നു. ഹൃദയം നിറയെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. നമ്മുടെ അയോഗ്യത നമ്മെ ഭയപ്പെടുത്താം. ബലഹീനനായ എനിക്ക് പൂർണ്ണ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്ന സന്ദേഹം പലപ്പോഴും എന്നെ പിടികൂടാം. എങ്കിലും ഈശോ ചോദിക്കുന്നത് നീ എന്തിനാണ് സന്ദേഹിക്കുന്നത് എന്നാണ്. നിന്റെ ആഗ്രഹവും സ്നേഹവും ഒത്തുചേരുമ്പോൾ ആകുലതകൾ തനിയെ ഇല്ലാതാകും. മനുഷ്യ സഹജമായ ബലഹീനതകളും പാപവാസനകളും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. എങ്കിലും കർത്താവിൻ്റെ അനുഗ്രഹം എന്നും കൂടെയുണ്ടാകും. ഹൃദയം നിറയെ സ്നേഹമുണ്ടെങ്കിൽ നമുക്കും ശിഷ്യനാകാൻ കഴിയും. ആഗ്രഹിച്ചു വരുന്നവനെ ഈശോ ഒരിക്കലും കൈവിടുകയില്ല. ഓരോ ക്രൈസ്തവനും ഈശോയുടെ അനുയായിയും ശിഷ്യനുമാണ്. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സ്വന്തമായി സ്വീകരിക്കും. തോമാശ്ലീഹായെ പോലെ ഞാനും കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയുന്നു: നാഥ, ഞാൻ ബലഹീനനും പാപിയുമാണ്. എങ്കിലും ഞാൻ ഉറപ്പു നൽകുന്നു, എൻ്റെ ഹൃദയം നിറയെ സ്നേഹമുണ്ട്. പാദം